നിഹാൻ കസേരയിൽ നിന്ന് താഴേക്ക് വീണു. സാറേ, അതെന്റെ കൂട്ടുകാരന്റെ വീടാണ്. അവർ അവിടെ എത്തിയ ഞാൻ കുടുങ്ങും. ഇസഹാക്കിന്റെ മനസ്സ് അതിവേഗം പ്രവർത്തിച്ചു. നിഹാന്റെ പ്രതികരണം കള്ളമല്ലെന്ന് വ്യക്തമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മേധയെ ഗർഭിണിയാക്കിയത് ആരാണ്? ആരാണ് ആ മൂന്നാമൻ? ആരാണ് അവളെ മരണത്തിലേക്ക് തള്ളിവിട്ട യഥാർത്ഥ വില്ലൻ? ഇപ്പോൾ സൂര്യവംശി തെറ്റായ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. നിഹാനെ പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇസഹാക്ക് പതിയെ നിഹാനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശങ്കരൻ നായരെ, ഇവന്റെ വീടിനകത്ത് എവിടെയെങ്കിലും മാറ്റണം. ഒരു കാരണവശാലും പുറത്തു പോകരുത്. ശേഷം അവൻ ബൈക്കിന്റെ കീയും ഫോണും പോക്കറ്റിലേക്ക് തള്ളി അടിയന്തരമായി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്റെ മഹാദേവ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? എന്റെ കുഞ്ഞിന്റെ ജീവിതം ഇങ്ങനൊക്കെ നശിപ്പിച്ചത് ആരാ? നമ്മൾ അതിന് മാത്രം പാപമൊന്നും ആരോടും ചെയ്തിട്ടില്ലല്ലോ വിശ്വേട്ട. എല്ലാവരും സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. ലക്ഷ്മി, താനിങ്ങനെ തളരാതെ. താനും കൂടി ഇങ്ങനെ തുടങ്ങിയ ഞാൻ തകർന്നു പോകും. നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിധി വരുത്തിയത് ആരാണെങ്കിലും അവനെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല ഈ വിശ്വനാഥൻ. പോലീസുകാർ മുഴുവൻ ഇപ്പോൾ അവനെ തിരഞ്ഞു നടക്കുകയാണ്. അവനെ ഒന്ന് കിട്ടേണ്ട താമസം നേരിട്ട് കാണാൻ പോകുന്നുണ്ട് ഞാൻ. എനിക്കറിയണം എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു പാതകം ചെയ്യാൻ അവൻ എങ്ങനെ തോന്നിയെന്ന്. എന്റെ മഹാദേവ, എന്റെ കുഞ്ഞിനെ പരീക്ഷിച്ച് ഇതുവരെ മതിയായില്ലേ നിനക്ക്? എത്ര നാൾ എന്റെ കുഞ്ഞ് ജീവനറ്റ ശവം പോലെ കിടക്കും? അതിന്റെ കൂട്ടത്തിൽ സംസാരിക്കാനുള്ള ആ കഴിവ് കൂടി എടുത്തില്ലേ? എന്റെ കുഞ്ഞിനോട് എന്തിനെത്രക്ക് ക്രൂരത? അമ്മ ഒന്ന് കരയാതിരിക്കാമോ? അവളെ രക്ഷിക്കാൻ വേണ്ടി, സുഖമാക്കാൻ വേണ്ടി ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും എത്ര ചിലവാക്കിയിട്ടാണെങ്കിലും ചികിത്സയ്ക്ക് നമ്മൾ കൊണ്ടുപോകും. അതിനു മുമ്പ് ആ ചെക്കൻ, അവൻ ഇനി ജീവനോടെ വേണ്ട. നമ്മുടെ കുടുംബം തന്നെ തകർത്തിട്ട് അങ്ങനെ ഒരുത്തന് സുഖമായി ജീവിക്കാമെന്ന് കരുതണ്ട. വെറുതെ വിടില്ല ഈ യദു അവനെ. അതേസമയം ഉച്ചയ്ക്ക് 12 മണിയായിട്ടുണ്ടാകും. അൻവറിന്റെ വീടിന് മുമ്പിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിന്റെ കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് സൂര്യവംശി IPS പുറത്തേക്ക് ഇറങ്ങി. തൊട്ടു പുറകെ തന്നെ അരുണും കോൺസ്റ്റബിൾ മറിയക്കുട്ടിയും ഇറങ്ങി. ആ വീടിന്റെ പരിസരമെല്ലാം നല്ല രീതിയിൽ വീക്ഷിച്ച ശേഷം മൂവരും അകത്തേക്ക് നടന്നു. പോലീസ് ജീപ്പ് വന്നപ്പോൾ തന്നെ നാട്ടുകാർ അവിടെയും ഇവിടെയുമായി കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ടിവിയിലും ഫോണുമായി ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് മന്ത്രിപുത്രിയുടെ വാർത്ത തന്നെയാണല്ലോ. സൂര്യ അൻവറിന്റെ മുന്നിലേക്ക് എത്തി. ഞാൻ സൂര്യവംശി IPS, MLA വിശ്വനാഥന്റെ മകൾ മേധ വിശ്വനാഥന്റെ കൊലപാതക കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. അതിന്റെ ഭാഗമായി നിങ്ങളുടെ മകൻ നിഹാനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത്. സാറേ, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതാരോ കരുതിക്കുട്ടി എന്റെ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാ. അല്ലാതെ എന്റെ മോൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. നോക്കൂ മിസ്റ്റർ അൻവർ, എനിക്ക് നിങ്ങളോട് തർക്കിക്കാനൊന്നും സമയമില്ല. പിന്നെ തെളിവുകളെല്ലാം നിങ്ങളുടെ മകനെതിരാണ്. അതുകൊണ്ട് തന്നെ അവനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയൂ. എന്റെ പടച്ച തമ്പുരാനെ, ഞാൻ എന്തായി കേൾക്കുന്നത്? എന്റെ റബ്ബേ, എന്റെ മോൻ അങ്ങനൊന്നും ചെയ്യില്ല. ഫാത്തിമ നെഞ്ചത്തടിച്ചു. ഇക്ക, നിങ്ങളെങ്കിലും സാറിനോടൊന്ന് പറ. ഇന്നലെ രാവിലെ കോളേജിൽ പോയ ചെറുക്കന ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. എന്റെ മോൻ എന്ത് പറ്റിയെന്നറിയാതെ വല്ലാതെ ആദ്യം ഞാൻ ഇരിക്കുമ്പോഴാ നിങ്ങളുടെ മകൾ ഉമ്മുക്കുൽസുവിനെ ചോദ്യം ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ മകൻ ഇന്നലെ രാത്രിയോടെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്നാണല്ലോ സൂര്യ ചോദിച്ചു. എന്റെ സാറേ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇന്നലെ 7 മണിക്ക് എന്റെ മകനൊന്ന് വിളിച്ചു. ഉമ്മ, ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടില എന്ന് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് തന്നെ അവന്റെ ഫോൺ കട്ടായി. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഏത് കൂട്ടുകാരന്റെ വീട്ടിലാണെന്ന് പോലും അറിയത്തില്ല. അയൽപ്പക്കത്തുള്ള പെണ്ണുങ്ങളെല്ലാം പലതും പെറുപെറുക്കാൻ തുടങ്ങി. എല്ലാവരുടെ കണ്ണും ചെവിയും അൻവറിന്റെ ഫാത്തിമയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ മല്ലികെ, ആ ചെറുക്കൻ വെടക്കാണെന്ന്. അപ്പൊ നീയൊക്കെയല്ലേ പറഞ്ഞത് നല്ല പയ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്റെ രാധേച്ചി, ഞാൻ വിചാരിച്ചോ ഇത് ഇങ്ങനെയൊക്കെ ആകുമെന്ന്. എപ്പോഴും വൈകുന്നേരം ആ വായനശാലയിൽ ഇരുന്ന് ബുക്ക് വായിക്കുന്നതൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്ത് നല്ല ചെറുക്കനാണെന്ന്. നല്ല ചെറുക്കൻ തന്നെ. നോക്കണേ, വാർത്തയിൽ പറഞ്ഞത് ആ പെങ്കുച്ചിന് വയറ്റിലുണ്ടെന്നാണ്. കൂടാതെ ഏതാണ്ടൊക്കെയോ മയക്കുമരുന്നുകൾ ഇവൻ കൊടുത്തിട്ടുണ്ടെന്ന് ആ കൊച്ചിന്. എന്റെ ശിവനെ, എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? ഇനി ഫാത്തിമ തന്റെ മക്കളെ പൊക്കി പറഞ്ഞോണ്ട് കുടുംബശ്രീക്ക് വരത്തില്ലല്ലോ. അവളുടെ ഒരു പത്രാസും ചാടയും എന്തൊക്കെയായിരുന്നു. എന്റെ സാറേ, ഞാൻ സത്യമാ പറയുന്നത്. എന്റെ മകൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല സാറേ. ഇതാരും മനഃപൂർവ്വം എന്റെ കുഞ്ഞിനെ കരിവാക്കുന്നതാണ്.
ഞങ്ങൾക്ക് നിഹാന്റെ മുറി ഒന്ന് കാണണം. ഫാത്തിമ പറയുന്നതിനൊന്നും ചെവിക്കൊള്ളാതെ സൂര്യ തന്റെ ആവശ്യം അൻവറിന്റെ മുന്നിൽ നിർത്തി. അയാൾ മൂളിക്കൊണ്ട് അകത്തേക്കുള്ള വഴി മാറിക്കൊടുത്തു. അപ്പോൾ തന്നെ അരുണ സൂര്യ മറിയക്കുട്ടിയും കൂടകത്തേക്ക് കയറി. അവർക്ക് പുറകെ തന്നെ ഫാത്തിമയും അൻവറും മുറിക്കുള്ളിലേക്ക് നടന്നു. സാറേ, അവിടെ ഇടതുവശത്ത് കാണുന്ന മുറിയാണ്. അൻവറിന്റെ വാക്കുകൾ കേട്ട് സൂര്യ ആ കതക് തുറന്നകത്തേക്ക് കയറി. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറി. അത് നല്ല വൃത്തിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. മുറിയുടെ ഭിത്തിയോട് ചേർന്നാണ് കട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അലമാരയും ഒരു മേശയും. മേശയുടെ മുമ്പിലായി ഒരു ചെറിയ ഷെൽഫ്. അതിൽ നിറയെ പുസ്തകങ്ങൾ. ഒരു പുസ്തക കൂടാരം തന്നെയായിരുന്നു. സൂര്യയുടെ കണ്ണുകൾ ആ പുസ്തകങ്ങളിലൂടെ ഒന്ന് ഓടി നടന്നു. മേശയിൽ ലാപ്ടോപ്പും പിന്നെ പേനയും ബുക്കുകളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരുൺ വേഗം തന്നെ ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. മറിയക്കുട്ടി ഒരു നിമിഷം പോലും പാഴാക്കാതെ അലമാര തുറന്ന് അതിൽ മുഴുവൻ പരിശോധിക്കാനും തുടങ്ങി. ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് എല്ലാം നേരത്തെ തന്നെ ഉമ്മുക്കുലസുവിനോട് ചോദിച്ചു വെച്ചതുകൊണ്ട് അരുൺ ആ പ്രവൃത്തി എളുപ്പമായി. ലാപ്ടോപ്പിനുള്ള പല ഫയലുകളിലായി മേത്തയുടെ ഫോട്ടോസ് ധാരാളം ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു സഹായം ഉറപ്പിക്കുന്ന വിധത്തിലുള്ള കോട്ടുകളും കാര്യങ്ങളും പിന്നെ അവന്റെ പഠന വിവരങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ മുറിയിലാകെ നടത്തിയ പരിശോധനയിലും ആ ലാപ്ടോപ്പിൽ നിന്ന് അവനെ പ്രതിയാക്കാനുള്ളതോ അവനെ തെറ്റുകാരനാക്കാനുള്ളതോ ആയ ഒന്നും തന്നെ സൂര്യയ്ക്ക് സംഘത്തിനും കിട്ടിയില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മകൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന്. അങ്ങനെയല്ല ഞങ്ങൾ അവനെ വളർത്തിയത്, അൻവർ പറഞ്ഞു. നോക്ക് മിസ്റ്റർ അൻവർ, എല്ലാ അപ്പനമ്മമാർക്കും തന്റെ മക്കളെ പറ്റി പറയാൻ ഇത് തന്നെയാണുള്ളത്. പിന്നെ നിങ്ങളുടെ മകനോട് പറഞ്ഞേക്ക്, അവൻ എവിടെ പോയി ഒളിച്ചാലും ഈ സൂര്യ അവനെ പിടിച്ചിരിക്കുമെന്ന്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ആ മുറിയിൽ നിന്ന് ശേഖരിക്കേണ്ട വസ്തുക്കളെല്ലാം അതിനോടകം തന്നെ മറിയക്കുട്ടിയും അരുണും കൈപ്പറ്റി കഴിഞ്ഞിരുന്നു. മുറിയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫോട്ടോസ് അരുൺ തന്റെ ക്യാമറയിലേക്ക് പകർത്താനും മറന്നില്ല. സാർ, ആ കൊച്ചിന്റെ മുഖം കണ്ടില്ലേ സാർ? കാണുമ്പോഴേ അറിയാം ഒരു പാവം പൂച്ചക്കുട്ടിയാണെന്ന്. അരുണിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ സൂര്യ വീണ്ടും അവളുടെ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കി. പ്രായം 20 ആയെങ്കിലും ഓമനത്തും ഒട്ടും കുറയാത്ത ഒരു കുഞ്ഞിന്റെ മുഖം. അത്യാവശ്യത്തിന് നിറമുണ്ട്. ഒരുക്കങ്ങളോ ആഭരണങ്ങളോ ഒന്നുമില്ലെങ്കിലും അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി അവന് തോന്നി. ചിലപ്പോൾ ഈ അഴക് തന്നെയായിരിക്കും അവളുടെ ഈ വിധിക്ക് കാരണം, സൂര്യ മനസ്സിൽ ചിന്തിച്ചു. അതൊക്കെ മയക്കുമരുന്നിന് അടിമയാണെന്ന് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അവളുടെ കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോഴും ഇതേ അഭിപ്രായം തന്നെയാണ് സാർ. ബാക്കി പറഞ്ഞത് മറിയക്കുട്ടി ആയിരുന്നു. ആഹാ, നിങ്ങൾ രണ്ടുപേരും കേസന്വേഷണമൊക്കെ വിട്ടിട്ട് മുഖം നോക്കി ഭാവി വർത്തമാനം പറയാൻ തുടങ്ങിയോ? ചെറിയ കളിയാക്കലോടെ സൂര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇരുവരും സൈലന്റ് ആയി. മോനെ അരുണെ, നമുക്ക് സെന്റിമെന്റ്സിൽ കളയാൻ സമയമില്ല. നമുക്ക് വേണ്ടത് എവിഡൻസ് ആണ്. ബി പ്രാക്ടിക്കൽ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ഫയൽ അടച്ചു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അരുണ, സൂര്യ, മറിയക്കുട്ടിയും MLA വിശ്വനാഥന്റെ വീട്ടിലെത്തിയിരുന്നു. ജീപ്പിൽ നിന്നിറങ്ങിയപ്പോൾ 4 പാടും അവരുടെ 3 പേരുടെ കണ്ണുകൾ ഒന്ന് ഓടി നടന്നു. അത്യാവശ്യം ചെടികളും മരങ്ങളും ഒക്കെയായി 18 സെന്റിന് നടുക്കായി ഒരു വീട്. അവരെ കണ്ടപ്പോ തന്നെ അവിടെ 3 പേരും ബഹളം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്, കൂട്ടിൽ കിടന്നുകൊണ്ട് തന്നെ. അവന്മാരുടെ ജോലി ചെയ്യട്ടെ അരുണെ, നീ തൽക്കാലം നിന്റെ ജോലി ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ മുന്നിലേക്ക് നടന്നു. അരുൺ ബെല്ലടിച്ചപ്പോൾ തന്നെ വേലക്കാരി വന്ന് ഡോർ തുറന്നു കഴിഞ്ഞിരുന്നു. മൂവരും അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. സാറന്മാരിരിക്ക്, ഞാനിപ്പോൾ ചെന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. 3 പേരും അവിടെയുള്ള സെറ്റിയിലേക്ക് ഇരുന്നു. സൂര്യയുടെ ദൃഷ്ടി ആദ്യം ചെന്ന് പതിച്ചത് അവിടെ വലുതായി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന MLA വിശ്വനാഥന്റെ ഫോട്ടോയിലേക്കായിരുന്നു. കേരള രാഷ്ട്രത്തിന്റെ ചാണക്യൻ എന്ന് എല്ലാവരും പറയുന്ന മുൻ ആഭ്യന്തര മന്ത്രി, ഇപ്പോഴത്തെ MLA വിശ്വനാഥൻ. അപ്പോഴാണ് അവിടേക്ക് ഇറങ്ങി വരുന്ന വിശ്വനാഥനെ അവർ നേരിട്ട് കാണുന്നത്. മകളുടെ അവസ്ഥയിൽ തകർന്നിരിക്കുന്ന കണ്ടപ്പോൾ മൂവർക്കും അത് പ്രയാസമായി. പിന്നെന്താ നിങ്ങളുടെ അന്വേഷണം? നിഹാൻ, ആ ചെറുക്കനെ കിട്ടിയോ? എല്ലാം നടക്കുന്നു സാർ. പിന്നെ ഞങ്ങൾക്ക് മേത്തയുടെ റൂം ഒന്ന് കാണണം, അന്വേഷണത്തിന്റെ ഭാഗമായി, സൂര്യ ഫോർമലായി തന്നെ പറഞ്ഞു. എന്തിനാ അത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അവളുടെ റൂമിൽ ആരും കയറുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. യദുവിന്റെ സംസാരം സൂര്യക്കൊട്ടും ഇഷ്ടമായില്ല. നോക്ക് മിസ്റ്റർ, ഇത്രയും നേരം മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ എന്നെ കൊണ്ട് വെറുതെ പോലീസുകാരന്റെ ഭാഷയിൽ സംസാരിപ്പിക്കരുത്. താൻ ഒരു MLAയുടെ മകനാണെന്നൊക്കെ ഞാനങ്ങ് മാറ്റിവെക്കും. ഇവിടെ എന്റെ ഡ്യൂട്ടി. അതിന് തടസ്സമായി നിൽക്കുന്ന ആരെയും ഞാൻ
നോക്ക് ഓഫീസർ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരിശോധിക്കാം. എനിക്ക് എൻ്റെ മകളുടെ ജീവിതം ഇങ്ങനാക്കിയത് ആരാണ്? അവരെയാണ് വേണ്ടത്. അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായ സഹകരണത്തിന് തയ്യാറാണ്. മകന്റെ സൂര്യയുടെ വഴക്ക് മുമ്പിൽ കണ്ട വിശ്വനാഥൻ ഉള്ള കാര്യം ഓപ്പണായി തന്നെ പറഞ്ഞു. നിങ്ങൾ വരൂ, അവളുടെ മുറി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിശ്വനാഥൻ തന്നെ മുമ്പേ നടന്നു. ഒരു ചിരിയോടെ സൂര്യയും അരുണും അവർക്ക് പിറകെ തന്നെ മറിയാമ്മയും ആ മുറിയിലേക്ക് നടന്നു. ആ മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം അവരെ പൊതിഞ്ഞു. ഓരോ സാധനങ്ങളും വൃത്തിയായി അടുക്കി വച്ചിരിക്കുന്നു. അത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. സൂര്യ അവിടെ ഓരോന്ന് തിരഞ്ഞു തുടങ്ങി. അവളുടെ ബുക്കുകൾക്കിടയിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ പോലും അതിൽ നിന്നും ഒന്നും തന്നെ അവളെ തെറ്റുകാരിയാക്കാൻ അവർക്കൊന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെ ഓരോന്നും നോക്കി വന്നപ്പോഴാണ് അവളുടെ ടേബിളിൽ ഇരിക്കുന്ന ഡ്രോയിങ് ബുക്കിലേക്ക് സൂര്യയുടെ ശ്രദ്ധ പോയത്. അതിൽ മനോഹരമായി വരച്ചു വച്ചിരിക്കുന്ന വിശ്വനാഥൻ നേതാവിന്റെ ചിത്രം അതിന് ജീവൻ നൽകുന്ന പോലെ കാണുന്നവർക്ക് തോന്നും. അത് കണ്ടപ്പോൾ ആ കൊച്ചു പെണ്ണിനോട് ഒരു വാത്സല്യം ഇരുവരുടെ മനസ്സിൽ നിറഞ്ഞു. അവളെ ചതിച്ചത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്ന് സൂര്യ തന്റെ മനസ്സിൽ പറഞ്ഞു. ആ മുറിയിലെ പരിശോധനകളിൽ നിന്നും ഇതുവരെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നും അവൾ ഒരിക്കലും സ്വയമേ മയക്കുമരുന്നിന് അടിമയാകേണ്ട ഒരു പെൺകുട്ടിയല്ലെന്ന് അവർക്ക് മനസ്സിലായി. അതിലെല്ലാം ഉപരി അവളെ ആരും മനഃപൂർവ്വം ട്രാപ്പിലാക്കിയതാണ്. അതാരാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കുമെന്ന് സൂര്യ തന്റെ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. കൂടാതെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ആ അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഇരുവരും വാക്ക് നൽകി. എത്ര കഷ്ടപ്പാട് വന്നാലും അവരെ അന്വേഷിച്ച് കണ്ടെത്തി ഇവരുടെ മുമ്പിൽ എത്തിക്കുമെന്ന് വാക്കും കൊടുത്തിട്ടാണ് 3 പേരും അവിടെ നിന്നിറങ്ങിയത്. എന്റെ പൊന്ന് സാറേ, ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ആ ചെറുക്കനെ ഒരു തരിപ്പ് പോലും പിടിച്ചിട്ടില്ല. അവന്റെ ആ ജാടയും വർത്തമാനം എല്ലാം ആകെ ഒരു വശപശക്. എന്റെ അരുണെ, താനത് വിടടോ. നമ്മൾ ഇതുപോലെ എത്ര കണ്ടിട്ടുള്ളതാ. ഇതങ്ങനല്ല സാറേ, അവനാകെ എന്തോ ഒരു കള്ളത്തരം ഉണ്ട്. മറിയക്കുട്ടി കൂടി അത് ഏറ്റു പറഞ്ഞപ്പോൾ കൗശലക്കാരനായ സൂര്യയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. എടി മിലാനെ, നിന്നെ സ്റ്റാഫ് റൂമിലേക്ക് നമ്മുടെ ഇസഹാക്ക് സാറ് വിളിക്കുന്നുണ്ട്. ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന മിലാനോട് അടുത്തേക്ക് വന്ന് രേവതി അത് പറഞ്ഞുകൊണ്ട് പോയി. എന്റെ കർത്താവേ, ആ കാലൻ ഇനി എന്നാത്തിനായിരിക്കും എന്നെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത്? പുതിയ വഴക്കിനൊന്നും ആയിരിക്കല്ലേ? ഒന്നാമത് റെഡ് ഫ്ലാഗ് കൊണ്ട് വയറുവേദന കൊണ്ട് വയ്യ. ഇനി ബാക്കി എനർജി ആ കാലന്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതും പറഞ്ഞ് എടുത്ത് വായിച്ചു കൊണ്ടിരുന്ന ബുക്ക് തിരിച്ച് ഷെൽഫിലേക്ക് വെച്ച് അവൾ അവന്റെ അരികിലേക്ക് നടന്നു.